ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെസിപ്പിയാണ്. ആദ്യം തന്നെ 3/4 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായി അരിച്ചെടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 kgൻ്റെ 3 ടിന്നിലായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. മുട്ടയും വാനില എസൻസും പാടെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റായി വന്നതിന് ശേഷം പഞ്ചസാര പൊടിച്ചത് അതിലേക്ക് കുറച്ചായി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായി മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മാറ്റിവെച്ച പൊടി കുറച്ചായി ഇട്ട് കൊടുത്ത് പതുക്കെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ പാല് കുറച്ചായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും പൊടികൾ ചേർത്ത് പതുക്കെ ഇളക്കിയെടുക്കാം. ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കേക്കിന് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 kgൻ്റെ 3 ടിന്നുകളിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. എപ്പോഴും കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിന് കേക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ എന്തായാലും നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ വരും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് കയറ്റാം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ വീഡിയോ നല്ല രീതിക്ക് തന്നെ യൂസ്ഫുള്ളാകും. നിങ്ങളൊരു കേക്ക് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അങ്ങനെ നമ്മുടെ സ്പഞ്ച് സോഫ്റ്റായി ബേക്കായി വന്നിട്ടുണ്ട്. ഓരോ സ്പഞ്ചും 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് കേക്ക് ഫസ്റ്റായിട്ട് ഓർഡർ തന്ന ആൾക്കാണ് നമ്മൾ ഈ കേക്ക് ചെയ്തു കൊടുക്കുന്നത്. ഈ 2 വർഷത്തിനിടയിൽ അവർ നമുക്ക് തന്നെയാണ് കേക്ക് ഓർഡർ തരുന്നത്. പക്ഷേ ഈ കേക്ക് വളരെ സ്പെഷ്യലാണ്. ഇത് അവരുടെ മോളുടെ നിക്കാഹിൻ്റെ കേക്കാണ്. അവർ ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഓർഡർ തരുന്നത്. ആ പ്രൈസിന് എന്തായാലും ഈ കേക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിരുന്നില്ല പരമാവധി. അവരുടെ കണക്ഷൻ വെച്ചിട്ട് എന്തായാലും നമ്മളിത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓരോ സ്പഞ്ചിലും ഷുഗർ സിറപ്പ് ഒഴിച്ച് ക്രീം ഇട്ട് കൊടുത്ത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുത്ത് അങ്ങനെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. നല്ല ടോളായിട്ട് വരുന്ന കേക്കിന് സ്റ്റിക്ക് കുത്തണം, അല്ലെങ്കിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ അത്ര ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്റ്റിക്ക് കുത്തേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ നമുക്ക് ക്രീം എടുത്ത് ഫസ്റ്റ് കോട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. കേക്ക് നല്ല ഫിനിഷിങ് ആകണമെങ്കിൽ ആദ്യം 10 മിനിറ്റ് ഫസ്റ്റ് കോട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. സെക്കൻഡ് കോട്ടിലാണ് കേക്ക് നമുക്ക് ഫിനിഷിങ് കിട്ടുന്നത്. തുടക്കത്തിൽ ബിഗിനേഴ്സിനാണെങ്കിൽ അത് ഫിനിഷിംഗായി കിട്ടൂല. പിന്നെ അത് എക്സ്പീരിയൻസിലൂടെയാണ് അത് ഫിനിഷിംഗ് ആയിട്ട് വരിക. അങ്ങനെ നമ്മുടെ കേക്ക് ഫിനിഷിംഗ് ആയിട്ട് വരുന്നുണ്ട്. ആദ്യം ഈ കേക്ക് ഫീൽഡിൽ വരുമ്പോൾ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പതുക്കെ എക്സ്പീരിയൻസിലൂടെ ശരിയാവും. ഇനി അടുത്ത മെയിൻ പണി പറഞ്ഞാൽ ഡെക്കറേഷനാണ്. നല്ല സിമ്പിൾ ഡെക്കറേഷനാണ്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ ലെറ്ററൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 ഫ്ലവറാണ് സെറ്റ് ചെയ്യുന്നത്. ഈ സിമ്പിൾ വർക്കൊക്കെ ഏതൊരു ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റും. ആദ്യം ഒരു ലീഫ് വെച്ചെടുത്ത് അത് പെർഫെക്റ്റ് ആയില്ല. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് വേറൊരു ലീഫ് വെച്ചെടുത്ത്
ടോപ്പറായിരുന്നു എവിടെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ സെറ്റായി വന്നു. ഫ്ലവറും ടോപ്പറും എവിടെ വെക്കണം എന്നുള്ള കുറേ കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മുടെ കേക്ക് സിമ്പിളായി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ.